ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. മേടം രാശിയെക്കുറിച്ച് ചില പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. രാശിചക്രത്തിലെ സ്ഥിരസ്ഥാനമാണ് മേടൻ രാശി. മേടൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമാണ്. ഈ നക്ഷത്രക്കാരെ മേടക്കൂറുകാർ എന്ന് പറയും. മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഒരു ആഗ്നേയഗ്രഹമാണ്. പെട്ടെന്ന് ആളിപ്പടരുന്ന ഒരു സ്വഭാവമാണല്ലോ അഗ്നിയുടേത്. ചൊവ്വയുടെ ആധിപത്യമുള്ളതുകൊണ്ട് മേടം രാശിക്കാർക്കും ആ പ്രകൃതമുണ്ടാകും. മേടം ഒരു ചരരാശി കൂടിയാണ്. മേടൻ രാശിക്കാർ ഒരിടത്തും സ്വസ്ഥമായി ചടഞ്ഞുകൂടിയിരിക്കുന്നവരല്ല. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മേടൻ രാശിക്കാർ. മേടൻ രാശിക്ക് രാശിചക്രത്തിലെ കാലപുരുഷൻ്റെ സ്ഥിരസ്ഥാനമുള്ളതുകൊണ്ട് മേടൻ രാശിക്കാർ എല്ലാ കാര്യങ്ങളും നേതൃസ്ഥാനത്തും മുൻപന്തിയിൽ തന്നെയും സ്ഥാനം പിടിക്കും. മറ്റുള്ളവരുടെ ഉപദേശങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കുവാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യമോ ഇഷ്ടമോ ഉള്ള കാര്യമല്ല. ആൺ പെൺ ഭേദമില്ലാതെ മിക്ക മേടരാശിക്കാർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. ജാതകത്തിൽ ബലമുള്ള ഗ്രഹങ്ങളുടെ യോഗമോ ബന്ധമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ മേടൻ രാശിക്കാർ അധികാരികളോ നേതാക്കന്മാരായോ ഉയർന്ന പദവിയിലുള്ളവരോ ആകും. നാട്ടിലായാലും ഒരു കൂട്ടായ്മയിലായാലും ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഇവരായിരിക്കും നേതൃത്വ നിരയിൽ. ഏതു പരിസ്ഥിതിയിലായാലും ബുദ്ധിപൂർവ്വം ധൈര്യമായി ഇവർ നേരിടും. പുതിയ പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും മനസ്സിലുണ്ടാവും. അവ ഉടൻ തന്നെ നടപ്പിലാക്കാൻ ഏത് രംഗത്തായാലും അവർ പരിശ്രമിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. എല്ലാവർക്കും നേതൃത്വം കൊടുക്കുമെങ്കിലും അതിനുവേണ്ടി വലിയ ത്യാഗമൊന്നും സഹിക്കാൻ ഇവരെ കിട്ടുകയില്ല എന്നു മാത്രമല്ല, യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാക്കാത്ത നിർബന്ധ ബുദ്ധിയും ഇവരിൽ കാണാൻ കഴിയും. എന്തും വെട്ടിത്തുറന്നു പറയാനും സംസാരിക്കാനും തൻ്റെ അഭിപ്രായം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി മാമൂലുകളോടും യഥാസ്ഥിതികതയോടും ഇവർ കടുത്ത വിരോധം പുലർത്തും. ഉറക്കെ സംസാരിക്കുക, ഒച്ചയും ബഹളവും വയ്ക്കുക, മറ്റുള്ളവരെ നിയന്ത്രണം വിട്ട് ശ്വാസിക്കുക എന്നൊക്കെയുള്ള പ്രകടനങ്ങൾ ഇവർ നടത്തുമെങ്കിലും അല്പം കഴിഞ്ഞാൽ ഇവരുടെ പ്രകൃതി മാറി സമനിലയിലേക്ക് വരും. മതം, രാഷ്ട്രീയം, മധ്യസ്ഥം എന്നീ കാര്യങ്ങളിൽ ഇവർ നിർബന്ധവും തൻ്റെ അഭിപ്രായത്തിൽ തൂങ്ങിക്കിടന്ന് മറ്റുള്ളവരുമായി ശണ്ഠയുണ്ടാക്കുന്നതും ഇവരുടെ ഒരു പ്രകൃതമാണ്. വൈക്കോലിൽ തീ ആളിപ്പടരുന്ന പോലെയായിരിക്കും ഇവരുടെ ഓരോരോ കാര്യത്തിൽ ഇടപെട്ടുള്ള ചാട്ടവും. ഇവരുടെ ശരീരപ്രകൃതി അധികവും തടിക്കാത്തവരും എന്നാൽ തീരെ മെലിയാത്തവരും എന്നാൽ ദൃഢമായ മാംസപേശികളോട് കൂടിയ ശരീരവും നീണ്ട കഴുത്തും മുഖവും ഉയർന്ന മൂക്കും കവിൾത്താടി ഭാഗം വീതി കുറഞ്ഞ കട്ടിയുള്ള പുരികവും നല്ല കണ്ണുകളും ശരീര സൗന്ദര്യവും ഇവരുടെ പ്രത്യേകതയാണ്. മേടൻ രാശിക്കാർ അതായത് മേടക്കൂറുകാർ കുടിക്കാനും കഴിക്കാനും ചൂട് ഇഷ്ടപ്പെടും. ഇലക്കറികളോട് പ്രത്യേക ഇഷ്ടവും ഉണ്ടാവും. വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവരുമായിരിക്കും. കാലിൻ്റെ മുട്ടുമുതൽ താഴോട്ട് ബലം കുറഞ്ഞും മാംസപേശി ശോഷിച്ചുമിരിക്കും. രക്തക്കുറവ്, രക്തക്കുഴലുകളിൽ തടസ്സം, തലവേദന, അലർജി, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായത്, ജ്വരം, പക്ഷവാതം എന്നിവ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ജാതകത്തിൽ രോഗസ്ഥാനമായ 6ാം ഭാവവുമായോ അതാത് ശരീരഭാഗങ്ങളുമായോ ബന്ധപ്പെടുമ്പോൾ ആ ഭാഗത്ത് രോഗം വരാൻ സാധ്യത കൂടുതലായിരിക്കും. മേടൻ രാശിക്കാർക്ക് ധനം അധിക നാൾ കൈവശമിരിക്കില്ല. അത് വന്നും പോയും ഇരിക്കുമെങ്കിലും ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയില്ല. മേടൻ രാശിയിൽ ജനിച്ച പുരുഷന്മാർ സ്ത്രീകൾക്ക് പ്രിയങ്കരയായിരിക്കും. മേടൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും കാമവികാരവും കൂടുതലുള്ളവരുമായിരിക്കും. എല്ലാത്തിനോടും ഇഷ്ടമുള്ളവരും മനസ്സിന് പ്രിയപ്പെട്ടതെല്ലാം സ്വന്തമാക്കണമെന്ന് ഇച്ഛിക്കുന്നവരും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും വലിയ സന്തോഷം അനുഭവിക്കുന്നവരുമായിരിക്കും. ഇവരുടെ ദാമ്പത്യബന്ധം കൂടിയും കുറഞ്ഞും അതായത് ഏറിയും ഇറങ്ങിയും ഇരിക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായെന്ന് വരുന്നില്ല. കാലം ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്ക് ഇവർ മാത്രമായിരിക്കും തുണയായി കാണുക. മേടൻ രാശിക്കാരുടെ തൊഴിലിനെക്കുറിച്ച് നോക്കുമ്പോൾ മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയായതിനാൽ ജാതകത്തിൽ ചൊവ്വ ബലവാനാണെങ്കിൽ പ്രതിരോധ വകുപ്പിൽ ജോലി, പട്ടാളം, ഓഫീസർ, രഹസ്യ പോലീസ്, ശസ്ത്രക്രിയാ വിദഗ്ധർ, വൈദ്യന്മാർ, ഓഫീസ് ജോലിക്കാർ, മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നവർ, നിയമജ്ഞർ, അഗ്നിശമനക്കാർ, തയ്യൽക്കാർ, മരപ്പണിക്കാർ
യന്ത്രപ്പണിക്കാർ. ഇങ്ങനെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചുള്ള ജോലികളിൽ ഏതെങ്കിലും ഒക്കെയാവും ലഭിക്കുക. മേടൻ രാശിക്കാർക്ക് അശുഭഗ്രഹങ്ങളുമായി ബന്ധം വന്നാൽ ക്രൂരപ്രകൃതരുടെയും അഹങ്കാരികളുടെയും എടുത്തുചാട്ടക്കാരുടെയും മുൻകോപികളുടെയും സ്വാർത്ഥതയുടെയും എല്ലാ സ്വഭാവ സവിശേഷതകളും ഇവരിൽ വന്നു ചേരും. ഒരു ജോലി തുടങ്ങി പൂർത്തിയാക്കുന്നതിന് മുന്നേ അടുത്തതിലേക്ക് എടുത്തു ചാടും. ഒന്നും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിർബന്ധബുദ്ധി, മർക്കടമുഷ്ടി, നിഷേധം, തീവ്രവാദം, ധിക്കാരം, ശണ്ട, കലഹം, ആക്രമണ സ്വഭാവം എന്നീ ദൂഷ്യഫലങ്ങളും വന്നുചേരും മേടൻ രാശിക്ക് അശുഭഗ്രഹങ്ങളുടെ യോഗമുണ്ടായാൽ. മേടൻ രാശിക്കാർക്ക് കിഴക്ക് ദിക്ക് വളരെ ഗുണകരമായതിനാൽ കിഴക്ക് ദിക്കിലുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതും ആ ദിക്കിൽ ജോലി ചെയ്യുന്നതും വ്യവസായങ്ങൾ ആരംഭിക്കുന്നതും ആ ദിക്കിൽ നിന്ന് വിവാഹം കഴിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ചൊവ്വ, ശനി, വെള്ളി, തിങ്കൾ, ഞായർ ഈ ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിരിക്കും. 9, 8, 6 എന്നീ സംഖ്യകൾ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. മേടൻ രാശിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അനുഭവയോഗ്യമാകുക. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ശുഭ അശുഭം അനുസരിച്ച് ഫലങ്ങൾ ഏറിയും കുറഞ്ഞും അനുഭവപ്പെട്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.